രേണുസുതി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നു. കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു കഴിഞ്ഞ ദിവസം 21 വയസ്സിനിടെ താൻ അനുഭവിച്ച കാര്യങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. സുധിയുടെ മരണത്തിന് മുമ്പും ശേഷവും രേണുവും കുടുംബവും കാരണം താൻ എത്രത്തോളം വിഷമതകൾ അനുഭവിച്ചുവെന്നും എന്തൊക്കെ ട്രോമകൾ നേരിട്ടു എന്നാണ് വീഡിയോയിൽ കിച്ചു വിവരിക്കുന്നത്. രേണു വന്ന ശേഷം അച്ഛനോട് മിണ്ടാനോ സ്നേഹം പിടിപ്പിക്കാനോ സാധിച്ചിരുന്നില്ലെന്നും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നുവെന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു എന്നെല്ലാം കിച്ചു തുറന്ന് പറയുന്നുണ്ട്. സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന വിളിപ്പേരുള്ള രാഹുൽ. കിച്ചുവിൻ്റെ ജനനശേഷം അമ്മ ശാലിനി സുധിയെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം ജീവിതം ആരംഭിച്ചു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം സുധി വീണ്ടും വീണ എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. എന്നാൽ അവർക്കും കിച്ചുവിനെ ഇഷ്ടമായിരുന്നില്ല. ഒരു ബാധ്യതയാണ് കരുതിയിരുന്നത്. അച്ഛനെ വീണ തന്നിൽ നിന്നും അകറ്റിയിരുന്നുവെന്നും കാണാൻ പോലും കിട്ടാറില്ലെന്നും കിച്ചു പറഞ്ഞിരുന്നു. ആ ബന്ധം അവസാനിപ്പിച്ചാണ് സുധി രേണുവിനെ വിവാഹം ചെയ്തത്. തുടക്കത്തിൽ രേണുവും കുടുംബവും തന്നെ സ്നേഹിച്ചിരുന്നുവെന്നും പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും തൻ്റെ പേര് രേണു സുധിയോട് വഴക്കിടാൻ തുടങ്ങിയെന്നും ആരോടും സംസാരിക്കാൻ കഴിയാതെ പോകാൻ ഒരിടമില്ലാതെ വിഷമിച്ചുവെന്നും കിച്ചു പറയുന്നുണ്ട്. സുധിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ചിലവുകൾ അടക്കം ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് ഷോ ഡയറക്ടർ അനൂപ് ജോണും ബാക്കിയുള്ളത് സുധിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നാണ് വഹിച്ചത്. സംസ്കാര ചടങ്ങിലെ ചിലവെന്ന പേരിൽ രേണുവിൻ്റെ അച്ഛൻ കള്ളക്കണക്ക് എഴുതി ഫ്ലവേഴ്സ് ചാനലിൽ ഈടാക്കാൻ ശ്രമിച്ചുവെന്നും കിച്ചു വീഡിയോയിൽ പറയുന്നുണ്ട്. പള്ളിക്കാരുടെ നിർബന്ധപ്രകാരമാണ് പള്ളിയിൽ അടക്കിയെന്നും കിച്ചു വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ വൈറലായതോടെ എല്ലാവരും രേണുവിന് എതിരെ തിരിഞ്ഞു. പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ താഴെ രേണുവിനെ വിമർശിച്ചും പരിഹസിച്ചുമുള്ള കമന്റുകളാണ് ഏറെയും. കിച്ചു സത്യങ്ങൾ പറഞ്ഞു തുടങ്ങി. രേണുവിൻ്റെ കഷ്ടകാലം ആരംഭിക്കാൻ പോവുകയാണ്. സുധിയെ വിറ്റ് ഇനി അധിക കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. സുധി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും സുധിയുടെ മകന് കിട്ടേണ്ടത് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, സുധിയുടെ ലൈഫിൽ വന്നാർക്കും പോയവർക്കും ചുളുവിൽ ഒരു വിസിബിലിറ്റിയും റീച്ചും കിട്ടി. കിച്ചുമോൻ അമ്മച്ചിയുടെയും കുടുംബത്തിൻ്റെയും കഥ പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആട്ടവും പാട്ടവും കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം കിട്ടിയാൽ ഒന്ന് പോയി നോക്കൂ. രേണു നിന്റെ ഒറിജിനൽ സ്വഭാവം ഉടൻ ജനങ്ങൾ അറിയാൻ പോകുന്നു. ആ പയ്യൻ കിച്ചു നിന്നെ കുറച്ച് ഒന്നിലധികം കാര്യങ്ങൾ പറഞ്ഞു. സിനിമാ ഫീൽഡിൽ കയറി പറ്റാൻ വേണ്ടി സുധിയെ കറക്കിയെടുത്ത് അയാളുടെ കുടുംബം നശിപ്പിച്ചു. എന്തായാലും രേണു വിചാരിച്ച കാര്യം സാധിച്ചെടുത്തു. ഇനി അങ്ങോട്ട് പഴയ ജനപിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്നിങ്ങനെ നീളുന്ന കമന്റുകൾ.